ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ശബരിമല ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 18-ന് കേരളത്തിലെത്തും. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സംതൃപ്തി പങ്കുവച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സേന പ്രകോപനം തുടരുന്നു. ശക്തമായ മറുപടി നൽകി ഇന്ത്യൻ സൈന്യം. ഇന്ത്യ പാക് സംഘർഷ സാഹചര്യം ഐക്യരാഷ്ട്ര രക്ഷാസമിതി ഇന്ന് ചർച്ച ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 18-ന് കേരളത്തിലെത്തും. ശബരിമല ക്ഷേത്രത്തിൽ രാഷ്ട്രപതി ദർശനം നടത്തും. ആദ്യമായാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ദ്രുതഗതിയിലാക്കി. പാലാ സെന്റ് തോമസ് കോളേജ് ജൂബിലി സമ്മേളനത്തിലും ശ്രീമതി മുർമു പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സംതൃപ്തി പങ്കുവച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ജനറൽ നകതാനിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പിന്തുണച്ച ജപ്പാന്റെ നിലപാടിന് അദ്ദേഹം നന്ദി അറിയിച്ചു. I would like to thank the government of Japan for their strong expression of solidarity with India in the wake of the Pahalgam terrorist attack. Excellency, I take this opportunity to compliment you for your immense contribution in deepening of the Indo-Japan defense relations. പ്രാദേശിക അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കാനുള്ള മാർഗ്ഗങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രതിരോധ ബന്ധം സമീപ വർഷങ്ങളിൽ വളരെയധികം ശക്തിപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാർക്കിടയിൽ നടക്കുന്ന 2ാമത് കൂടിക്കാഴ്ചയാണിത്. വഖഫ് ഭേദഗതി നിയമം 2025ന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന, ജസ്റ്റിസ് KV വിശ്വനാഥ് എന്നിവർ ഉച്ചയ്ക്ക് 2 മണിക്കാണ് വാദം കേൾക്കുന്നത്. പ്രാഥമിക വാദം കേൾക്കലാണ് നടക്കുന്നതെങ്കിലും ആവശ്യമെങ്കിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് കഴിഞ്ഞ മാസം 17-ന് ഹർജികൾ പരിഗണിക്കവെ കോടതി വ്യക്തമാക്കിയിരുന്നു. നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ചില ആശങ്കകൾ പ്രകടിപ്പിച്ചതിന് പിന്നാലെ ചില വ്യവസ്ഥകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. രജിസ്റ്റർ ചെയ്തതോ വിജ്ഞാപനം വഴിയോ ഉപയോഗം കൊണ്ടോ വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുവകകളെ ഭേദഗതി ബാധിക്കില്ലെന്നും കേന്ദ്രം ഉറപ്പു നൽകി. കേന്ദ്ര വഖഫ് കൌൺസിലിലേക്കും സംസ്ഥാന വഖഫ് ബോർഡുകളിലേക്കും നിയമനം നടത്തില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇത് സംബന്ധിച്ച പ്രാഥമിക സത്യവാങ്മൂലവും ന്യൂനപക്ഷകാര്യ മന്ത്രാലയം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സേന ഇന്നലെ രാത്രി നടത്തിയ വെടിവയ്പിന് ശക്തമായ മറുപടി നൽകി ഇന്ത്യൻ സൈന്യം. ജമ്മുകശ്മീരിലെ കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ദാർ, നൌഷേര, സുന്ദർബാനി, അഖ്നൂർ പ്രദേശങ്ങളിലാണ് പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിയുതിർത്തത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 10 ദിവസത്തിലേറെയായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം തുടരുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യം ഐക്യരാഷ്ട്ര രക്ഷാസമിതി ഇന്ന് ചർച്ച ചെയ്യും. വിഷയത്തിന്റെ രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ട് ചർച്ച വേണമെന്ന UN-ലെ പാക് സ്ഥിരം പ്രതിനിധിയുടെ ആവശ്യപ്രകാരമാണ് നടപടി. നിലവിൽ രക്ഷാസമിതിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായ പാകിസ്ഥാന് യോഗത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. ചർച്ചയുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ രേഖകളിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യില്ല. ഇന്ത്യ വൈകാതെ തിരിച്ചടിക്കുമെന്ന പാക് ആശങ്കയാണ് ചർച്ചയ്ക്ക് പിന്നിലുള്ളത്. ജിനോം എഡിറ്റ് ചെയ്ത ഇന്ത്യയിലെ ആദ്യ 2 അരി ഇനങ്ങൾ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ പുറത്തിറക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് പുതിയ അരി ഇനങ്ങൾ പുറത്തിറക്കിയത്. ഉൽപാദന ചെലവ് കുറയ്ക്കാനും വിളവ് വർദ്ധിപ്പിക്കാനും കഴിയുന്നവയാണ് ഈ അരി ഇനങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പൂരാവേശത്തിൽ തൃശൂർ. നെയ്ത്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നു.
പൂരവിളംബരത്തിന്റെ ആവേശക്കാഴ്ചയ്ക്ക് വേദിയാവുകയാണ് തൃശവപ്പേരൂർ. നാളെയാണ് വിശ്വപ്രസിദ്ധ തൃശൂർ പൂരം. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. പൂരത്തിന് ആരംഭം കുറിച്ച് ഇന്നു രാവിലെ നെയ്തലക്കാവിൽ അമ്മയുടെ തിടംപേറ്റി തെക്കേ ഗോപുരം നട തുറന്നതോടെ തൃശൂർപേരൂർ പൂരാവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. വൈകിട്ട് 4 മണിക്ക് ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കും. നാളെ രാവിലെ 7:30 മുതൽ ഘടകപൂരങ്ങളുടെ വരവ് ആരംഭിക്കും. 11:30 തിരുവമ്പാടിയുടെ മടത്തിൽ വരവ് പഞ്ചവാദ്യം, 2:30 വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിൽ ഇലഞ്ഞിത്തറമേളം, വൈകിട്ട് 5:30 കുടമാറ്റം, പുലർച്ചെ 3 വെടിക്കെട്ട്, മറ്റന്നാൾ രാവിലെ പകൽ പൂരത്തിനും വെടിക്കെട്ടിനും ശേഷം ഇരു ഭഗവതിമാരും ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ചടങ്ങ്. ഇവയൊക്കെയാണ് പൂരത്തെ അതിന്റെ പാരമ്യത്തിലെത്തിക്കുന്നത്. പേവിഷ പ്രതിരോധ വാക്സിൻ ഫലപ്രദമല്ലെന്നുള്ള ആക്ഷേപങ്ങൾ തള്ളി ആരോഗ്യവകുപ്പ് രംഗത്തെത്തി. വാക്സിൻ എടുത്തിട്ടും കൊല്ലത്ത് പേവിഷബാധയേറ്റ പെൺകുട്ടി മരിക്കാനുള്ള പ്രധാന കാരണം കൈയിലെ നാഡിയിലേറ്റ ആഴമേറിയ മുറിവാണെന്ന് SAT ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ S. ബിന്ദു പറഞ്ഞു. വാക്സിൻ ആന്റിബോഡി ഫലപ്രദമാകുന്നതിനു മുൻപ് തന്നെ വൈറസ് കുട്ടിയുടെ തലച്ചോറിനെ ബാധിച്ചതാണ് രോഗാവസ്ഥ തീവ്രമാകാൻ കാരണം. പേവിഷബാധയേറ്റവരുമായി സമ്പർക്കം പുലർത്തുന്നവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ലെന്നും സൂപ്രണ്ട് പറഞ്ഞു. തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് നിലവിലെ അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മന്ത്രി M.B. രാജേഷ്. വന്യീകരണം മാത്രമാണ് ഏക പരിഹാരം. ഇതിനായി നിയമം ലഘൂകരിക്കേണ്ടത് ആവശ്യമാണ്. ABC കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പ്രാദേശിക എതിർപ്പുകൾ വെല്ലുവിളി ഉയർത്തുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 9 കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിർവഹിക്കും. കണ്ണൂരിൽ നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിന്റെ തറക്കല്ലിടലും മുഖ്യമന്ത്രി നിർവഹിക്കും. വിമാനത്താവള പദ്ധതി പ്രദേശത്ത് കിൻഫ്ര ഏറ്റെടുത്ത സ്ഥലത്താണ് ഹജ്ജ് ഹൌസ് നിർമ്മിക്കുക. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ 58ാമത് വാർഷിക യോഗം ഇന്ന് ഇറ്റലിയിലെ മിലാനിൽ ആരംഭിക്കും. 4 ദിവസത്തെ യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നയിക്കും. രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളിലെ മേധാവികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. ഇറ്റലി, ജപ്പാൻ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും. മിലാനിലെ ഇന്ത്യൻ പ്രവാസികളുമായും കേന്ദ്രമന്ത്രി സംവദിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഹൈദരാബാദ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കൊൽക്കത്തയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 37 റൺസിന് പരാജയപ്പെടുത്തി. ബീഹാറിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ആദ്യ ദിവസമായ ഇന്നലെ വിവിധ കായിക ഇനങ്ങളിലായി മികച്ച പ്രകടനങ്ങൾ അരങ്ങേറി. 4 ഇനങ്ങളിൽ 3ലും മഹാരാഷ്ട്ര അമ്പെയ്ത്തുകാർ 1ാം സ്ഥാനം നേടി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മഹാരാഷ്ട്രയുടെ തേജൽ രാജേന്ദ്ര സാൽവെ 697 പോയിന്റുകളുമായി 1ാം സ്ഥാനം നേടി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആന്ധ്രാപ്രദേശിന്റെ കോദദണ്ഡപാണി തൌർണിഷ് ജാത്യ യോഗ്യതാ റൌണ്ടിൽ 655 പോയിന്റുകളുമായി 1ാം സ്ഥാനം നേടി. പട്നയിൽ നടന്ന വോളിബോൾ മത്സരത്തിന്റെ ആദ്യ ദിവസം ജമ്മുകശ്മീർ ആൺകുട്ടികളുടെ ഗ്രൂപ്പ് എയിൽ ഉത്തരാഖണ്ഡിനെ 3-2 എന്ന സ്കോറിന് തോൽപ്പിച്ചു. പെൺകുട്ടികളുടെ ഗ്രൂപ്പ് ബിയിൽ ഗുജറാത്ത് കേരളത്തെ 3-0 തോൽപ്പിച്ചു. കബഡിയിൽ ഹരിയാന ആൺകുട്ടികളുടെ ടീം കർണാടകയ്ക്കെതിരെ 57-30 എന്ന സ്കോറിന് വിജയിച്ചു. ഗെയിംസിന്റെ 2ാം ദിവസമായ ഇന്ന് നീന്തൽ, ഗഡ്ക, ഖോഖോ, കബഡി, വോളിബോൾ മുതലായ ഇനങ്ങളിൽ മത്സരം നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 243 പോയിന്റ് ഉയർന്ന് 80,745-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 103 പോയിന്റ് നേട്ടത്തിൽ 24,450-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 160 രൂപ കൂടി 70,200 രൂപയും ഗ്രാമിന് 8,775 രൂപയുമാണ് ഇന്നത്തെ വില. കാലിഫോർണിയ തീരത്തെ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന അൽക്കാട്രാസ് ജയിൽ വീണ്ടും തുറക്കാൻ നിർദ്ദേശം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക അക്രമാസക്തരായ കുറ്റവാളികളാൽ വലയുകയാണെന്നും ജയിൽ തുറക്കുന്നത് ക്രമസമാധാന പാലനം സംബന്ധിച്ച പ്രതീകാത്മക സന്ദേശം നൽകുമെന്നും ട്രംപ് അറിയിച്ചു. 1963 മുതൽ അടഞ്ഞുകിടക്കുന്ന ജയിലാണ് ഇത്. അൽക്കാട്രാസ് ദ്വീപ് നിലവിൽ വിനോദസഞ്ചാര കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 18 കേരളത്തിലെത്തും. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സംതൃപ്തി പങ്കുവച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സേന പ്രകോപനം തുടരുന്നു. ശക്തമായ മറുപടി നൽകി ഇന്ത്യൻ സൈന്യം. ഇന്ത്യ പാക് സംഘർഷ സാഹചര്യം ഐക്യരാഷ്ട്ര രക്ഷാസമിതി ഇന്ന് ചർച്ച ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.